വെൽക്കം ബാക്ക് ഷീസ് ഫ്ലവേഴ്സ്. ഇന്ന് ഒരു നാടൻ ബീഫ് ഫ്രൈ ഉണ്ടാക്കാം. ഇതിന് ബീഫ് എടുത്തിട്ടുണ്ട്. 900 ഗ്രാം ബീഫാണ് എടുത്തേക്കുന്നത്. നന്നായി കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് മസാലയായിട്ട് ചേർക്കുന്നത് മീറ്റ് മസാലയാണ്. ഈസ്റ്റേൺ മീറ്റ് മസാലയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് മീറ്റ് മസാല മാരിനേറ്റ് ചെയ്യാം. മാരിനേറ്റ് ചെയ്ത് അധികം നേരം വെക്കേണ്ട കാര്യമില്ല, എങ്കിലും വെച്ചാലും കുഴപ്പമില്ല. അപ്പോൾ തന്നെ വേണമെങ്കിൽ കുക്ക് ചെയ്യണമെങ്കിൽ കുക്ക് ചെയ്യാം. വേകുമ്പോൾ മസാലയൊക്കെ പിടിച്ചോളും. 2 ടീസ്പൂണാണ് മീറ്റ് മസാല ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് വൈറ്റ് വിനീഗറാണ്. വൈറ്റ് വിനീഗർ 1/4 ടീസ്പൂൺ ചേർത്താൽ മതി. 1/4 to 1/2 ടീസ്പൂണും അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ, അതിൽ കൂടരുത്. കൂടിയാൽ പുളി ഉണ്ടാവും. അപ്പോൾ 1/2 ടീസ്പൂണേ എടുത്തിട്ടുള്ളൂ. 1/4 ടീസ്പൂൺ ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് തന്നെ കാശ്മീരി ചില്ലിയും കൂടി ചേർക്കാം. ഇതിപ്പോൾ കളർ കുറവാണല്ലോ, അപ്പോൾ കാശ്മീരി ചില്ലി ചേർക്കുമ്പോൾ നല്ല കളർ കിട്ടും. അതുകൊണ്ടാണ് അത് ചേർക്കുന്നത്. അത് ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ ചേർക്കേണ്ട. പച്ചമുളക് ആഡ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് കാശ്മീരി ചില്ലി 1 ടീസ്പൂൺ ചേർത്താൽ മതി. ഒരു ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. ഇനി ഇതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർക്കും, പച്ചമുളകും. ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ടാണ് നമ്മൾ ഇത് വേവിക്കുന്നത്. അപ്പോൾ വെളുത്തുള്ളി എടുക്കുമ്പോൾ ഒരു ഫുൾ വെളുത്തുള്ളി ചേർക്കും, ഇഞ്ചി ഒരു ചെറിയ പീസ്. വെളുത്തുള്ളി ചതച്ചിട്ടാണ് ചേർക്കുന്നത്, നന്നായി അരക്കില്ല. ഒന്ന് ചതച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർക്കുക. ഒരു ഫുൾ വെളുത്തുള്ളി, 3 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. നമ്മൾ കാശ്മീരി ചില്ലി ചേർത്തില്ലെങ്കിൽ പച്ചമുളക് ഒരു 5 എണ്ണം ചേർക്കാം. നല്ല എരിവുള്ള പച്ചമുളകാണ്. സവാള സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഫ്രൈ ചെയ്യുമ്പോൾ ചേർക്കാനാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കാം. പച്ചമുളക് അരിഞ്ഞ് ചേർക്കാം. വെളുത്തുള്ളി ചതച്ച് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചിയും കൂടി ചതച്ച് ചേർക്കാം. പച്ചമുളക് കീറിയത് ഇതിലേക്കിടാം. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കുക്കറിൽ വെച്ച്, വെള്ളമൊന്നും അധികം ചേർക്കണ്ട, ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. കുക്കറിൽ വെച്ച് വേവിക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത്, നാടനല്ലേ, അപ്പം നമ്മൾ കറിവേപ്പില ചേർക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി വേവിച്ചെടുക്കാം. കുക്കറിൽ വെച്ച് വേവിക്കാം. ഇനി നമ്മൾക്ക് ഫ്രൈ ചെയ്യാനായിട്ട് 2 ഏലക്കയും 3 ഗ്രാമ്പും എടുത്തിട്ടുണ്ട്. ഇതൊന്ന് പൊടിച്ചെടുക്കാം, ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. ഇനി വെളിച്ചെണ്ണ പാനിൽ ഒഴിച്ചിട്ട് നമുക്ക് ഈ പൊടിച്ച ഏലക്കയും ഗ്രാമ്പും ആ എണ്ണയിലേക്ക് ഇടാം. എണ്ണയിലേക്ക് ഇതിടുമ്പോൾ എണ്ണയ്ക്ക് നല്ലൊരു ഗ്രാമ്പൂവിൻ്റെയും ഏലക്കയുടെയും ഒക്കെ ഒരു മണം കിട്ടും. നമ്മൾ വേവിച്ച ബീഫ് ഇപ്പോൾ നന്നായി വെന്തിരിപ്പുണ്ട്. നന്നായിട്ട് വെന്ത് പോകരുത്, ഒരു 1/4 ഇച്ചിരി കൂടുതലായിട്ട്, ഒത്തിരി വെന്തിട്ടുണ്ടാവരുത്. ഇനിയിപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് വേകുമല്ലോ, ഇപ്പോൾ ഒരു പാകത്തിൽ, കറക്റ്റ് ഒരു പാകത്തിൽ എടുക്കണം. ബീഫെല്ലാം വെന്തിട്ടുണ്ട് അത്യാവശ്യം. അത് ഇനി പാനിൽ കിടന്നിട്ട് വറ്റിച്ചെടുക്കണം. ബീഫിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണ്, വെള്ളമൊന്നും അഡീഷണൽ ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഇനി ഇതേ വെള്ളമൊക്കെ വറ്റി വരണം. ഇനിയാണ് ബീഫ് ഫ്രൈ ചെയ്യുന്ന പ്രോസസ്സ്. കുറേ അധികം സമയം ഉണ്ടാവും. ഇത് ചെറിയൊരു മീഡിയം ടു ലോ ഫ്ലെയിമേ കൊടുക്കാവുള്ളൂ. എന്നിട്ട് ആ തീയിൽ കിടന്ന് ഇതിങ്ങനെ വറ്റി വരണം.
വെള്ളമൊക്കെ വറ്റി ബീഫ് നല്ല ഫ്രൈ ആയി വരണം. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കുക. ഉപ്പില്ലെങ്കിൽ ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്തൊക്കെ ആഡ് ചെയ്യാം കേട്ടോ ഇതിൽ. എൻ്റെ കയ്യിൽ തേങ്ങ ഫുൾ തേങ്ങ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ തേങ്ങാക്കൊത്ത് ആഡ് ചെയ്യാത്തത്. ഇവിടെ തേങ്ങ ഫുള്ള് വാങ്ങാറില്ല, ഞാൻ കൃഷി ചെയ്ത തേങ്ങയാണ് മേടിക്കുന്നത്, അതുകൊണ്ടാണ് തേങ്ങാക്കൊത്ത് ഇടാത്തത്. തേങ്ങാക്കൊത്തിട്ടാൽ നല്ല ടേസ്റ്റാണ് ബീഫ് ഫ്രൈ കഴിക്കാൻ. ഇതിൽ അരിഞ്ഞ സവാള, അതിൻ്റെ ഇപ്പോൾ വെള്ളമൊക്കെ വലിഞ്ഞു. വെള്ളം വലിഞ്ഞ ശേഷം മാത്രമേ സവാള ഇടാവുള്ളൂ. എന്നിട്ട് ഇനി സവാള ഇതിൻ്റെ കൂടെ കിടന്ന് മുരിഞ്ഞു വരണം. ഇട്ട് ഈ പച്ച സവാള ഇല്ല കാണാൻ പറ്റാത്ത പോലെ ആകും. ഇനി സവാള ഇട്ടിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റാത്ത പോലെ ആവും ലാസ്റ്റ്. അത്രയ്ക്ക് ഫ്രൈ ആയി വരണം. അപ്പോൾ ഇതിങ്ങനെ കുറേ സമയം വേണം. അപ്പോൾ ഇതിങ്ങനെ അടുപ്പിൽ കിടക്കട്ടെ, നമുക്ക് വേറെ ജോലി ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ ടൈം മുഴുവൻ വേസ്റ്റ് ആവത്തേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക, അത്രേ വേണ്ടൂ. അപ്പോൾ അങ്ങനെ നമ്മുടെ ബീഫ് ഫ്രൈ റെഡി ആയിക്കോളും. കുറച്ച് ഫ്രൈ ആയിട്ടുണ്ട്, ഇനി കുറച്ചുകൂടെ ഒന്ന് ആവാനുണ്ട്. കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഫ്രൈ ആയി വരുമ്പോൾ കറിവേപ്പിലയൊക്കെ നല്ല ഒരു പച്ച കളറിൽ കാണാൻ നല്ല ഭംഗിയാണ്, ടേസ്റ്റുമാണ്. കറിവേപ്പിലയുടെ മണമൊക്കെ ബീഫിലുണ്ടാവും ലാസ്റ്റ് ചേർക്കുമ്പോൾ. അപ്പോൾ ബീഫ് റെഡിയായി വരുന്നുണ്ട്. ഇതിലേക്ക് കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. ഫൈൻ പൗഡറല്ല, ചെറിയ തരിയുള്ള പൗഡറാണ്. നമ്മുടെ ബീഫ് ലാസ്റ്റ് സ്റ്റേജിലാണ്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ബീഫ് ഫ്രൈ ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്സൊക്കെ അറിയിക്കണം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇഷ്ടമായോ എങ്കിൽ ട്രൈ ചെയ്യൂ കേട്ടോ. Thanks for watching. Have a nice day.